പീസാൻ പറ്റിയ ഏരിയ. പീസാവാൻ പറ്റിയ അവിടെ ഇങ്ങനെ പീസാവും തീർച്ചയായും അങ്ങനെ സമാധാനം. രണ്ടാവും എന്നിട്ട് രണ്ടായിട്ട് ഇങ്ങനെ പോയി നമ്മൾ രണ്ടായിട്ട് കാണിച്ചെന്നാ എത്ര അങ്ങനെ 7 types ഹൈജീൻസ്. കൈ കഴുകണ്ടേ? ഫസ്റ്റ് സോപ്പ് ഇങ്ങനെ എടുക്കാം, കൈ ഇങ്ങനെ എടുക്കാം, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇതിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ആക്കുക. ഇവിടെ നമ്മൾ അണുക്കൾ വന്ന് നിൽക്കുന്ന സ്ഥലം ഈ പാർട്ടല്ലോ ഇങ്ങനെ കാണാം. പിന്നെ ബാക്ക് ഇതിൻ്റെ ഇത്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് പാച്ചുവിൻ്റെ ഗൾഫിൽ പോക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ജിമ്മിലൊന്ന് പോകണം. എനിക്കൊന്ന് ഒരു മാസം മുന്നേറ്റം ഫീസ് അടിച്ചിട്ട് ആ വഴിക്ക് പോയിക്കില്ല ഇതുവരെ. ഇന്നിപ്പം വ്യാഴാഴ്ചയാണ്. ഇന്നിപ്പോൾ എന്തായാലും വർക്കൗട്ടിന് പോക്ക് നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കുളിച്ചിട്ട് നല്ല മുഞ്ചൽ ഡ്രസ്സെല്ലാം ഇട്ട് പോയിക്ക്. ഫസ്റ്റ് ഒന്ന് പാച്ചുവിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്നൊരു 9-9:15 ഇറങ്ങി ഒന്ന് ജിമ്മിലേക്ക് പോയി ട്രെയിനറെ കണ്ട് വിശേഷങ്ങൾ ചോദിച്ച് പിന്നെ നേരെ ഷാനുവിൻ്റെ അടുത്തേക്ക് പോകണം. എൻ്റെ ചങ്ങായി വീഡിയോയിൽ എഡിറ്റ് ചെയ്യുന്ന എൻ്റെ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ടാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് പോകണം. നാളെ ഒരു ഇവിടെ വടകര ടൊയോട്ടോ എന്നുള്ള ഒരു കാറിൻ്റെ ഡെലിവറി വീഡിയോ ചെയ്യാൻ വേണ്ടി പോകണം. സോ അതിന് വേണ്ട കുറച്ച് എഡിറ്റിംഗ് ടിപ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആശാൻ്റെ അടുത്ത് പോകുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ഒരു എഡിറ്റിംഗ് പരിപാടി ബാക്കിയുണ്ട്. അതും എന്താക്കണം, നാളെ പോയിട്ട് അവൻ്റെ അടുത്ത് സെറ്റാക്കിയിട്ട് ചെയ്യണം. വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പുള്ള കുറച്ച് വീഡിയോയും കാര്യങ്ങളിലായിട്ട്. അപ്പോൾ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അത് വരും കാല വീഡിയോകളിൽ എന്തായാലും ഉണ്ടാവും. അത് നമുക്ക് അന്നേരം പറയാം. ഇപ്പം നമ്മൾ ജാനയും കൂട്ടി, ജാനാന്ന് വീഡിയോ എടുക്കുന്നത്. ഹനാൻ ചാക്ക് നിഹാലുള്ള പോലെ എനിക്ക് ജാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ജാനയും കൂട്ടിയിട്ട് മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം എൻ്റെ വണ്ടി തരും, കാല് പിടിച്ച് വാങ്ങിച്ചിട്ട് എന്താക്കണം, ആദ്യം നമ്മളവിടെ പോകണം, പാച്ചുവിൻ്റെ അടുത്തേക്ക് പോകണം. ബാക്കി വിശേഷം അവിടെ മിക്കവാറും നമ്മൾ ചങ്ങായിമാരെല്ലാം ഉണ്ടാവും. ചില സംഗതികളെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടും എന്ന് വിചാരിക്കുന്നു. അപ്പം ശരി, നല്ല ഫോണും മൈക്കിൻ്റെ കേസിൽ എടുത്തിട്ട് ഇറങ്ങാം. നമുക്കൊരു ഹോം ടൂർ ഉണ്ടാവും. ഹോം ടൂർ ഇപ്പം അല്ല, കുറച്ച് കഴിയട്ടെ, 2 ദിവസം കഴിയട്ടെ. അപ്പം എല്ലാം ഇൻഷാ അല്ലാ നമുക്ക് ഇറങ്ങാം. ഓക്കെ. അപ്പോൾ പാച്ചു നാളെ രാവിലെയാണ് പോകുന്നത് എന്നാണ് തോന്നുന്നത്. സോ ഇന്ന് രാത്രി ഇപ്പം എൻ്റെ പെരയിൽ പോകണം, പോയിട്ട് വരാം. നമ്മളെ കുട്ടികളെ മൊത്തം അവിടെ ഉണ്ടാവും. കുറേയായി ഞാൻ അറ്റൻഡ് ചെയ്തിട്ട്. ഇപ്പം എന്താണ് എന്നൊന്നും വലിയ ഐഡിയ ഇല്ല. നോക്കാം നമുക്ക്. ബായോ. അപ്പം ഇനി മുടിയെല്ലാം വാരിയിട്ട് സെറ്റപ്പായിട്ട് പോകണം. സേൻ്റെ വെള്ള ഷൂ, സേൻ്റെ ഷൂ ഉണ്ടോ? സേന് വെള്ള ഷൂ, എൻ്റേത് പച്ച ഷൂ. ഇതാണ് നമ്മളെ ഹാള്. ചീർപ്പടെ ഒന്നാമത് നന്നല്ല. പിന്നെ ഞാൻ നല്ല ചീർപ്പെല്ലാം വാങ്ങും, ഇവരത് കൊളാക്കിയിടും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ജന്മന സൗന്ദര്യം എനിക്ക് ഉള്ളതുകൊണ്ട് നമ്മളെ ചിരിക്കുന്നേ. എന്നോട് പിന്നെ സ്ഥിരമായിട്ടില്ലെങ്കിലും ഇടക്കിടക്കുള്ള എൻ്റെ പോക്കിന് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ കൊല്ലത്തേക്ക് പോകുന്നത് മെനക്കെട്ടിട്ട്. എനിക്ക് എന്തേ സംശയമുണ്ട് അതിന്? സത്യം പറഞ്ഞു ഇല്ലല്ലോ, സംശയിക്കാനൊന്നുമില്ല, അത്ര ഉള്ളു. ഉമ്മാൻ്റെ വേഗം എടുക്കാം.
സുമയ്യൻ്റെ ബാഗിൽ. എന്താ പറയാ, വേറെ ഇപ്പം എന്താ വേറെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് ഇത് മറ്റേ നമ്മുടെ എറണാകുളം നിയോ ഫിലിം സ്കൂളിൽ. ഒന്നും വലിച്ചിട്ടിക്കില്ല അതോ, ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ അന്ന് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേ ആൾക്കാർ പഠിച്ചേക്ക്. ഞാൻ പേശോ എല്ലാം കഴിച്ചാലായി പോയിക്കുന്നത് ആക്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അവിടെ പഠിച്ചതിലാരെങ്കിലും രക്ഷപ്പെട്ടു എന്നുള്ളത് പഠിച്ചു എനിക്കറിയാം. ഞാൻ മുഷീക്കിപ്പം ബഹ്റൈനിൽ കഷ്ടപ്പെടുന്നു. ബഹ്റൈനിലെ മണലാരണ്യങ്ങളിൽ നിന്നുകൊണ്ട് കഷ്ടപ്പെടുന്നു. പാച്ചു ബഹ്റൈനിലെ ദുബായിലെ മണലാരണ്യത്തിൽ കഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നു. മണ്ണിൻ്റെ ആവേ അവിടെ പിന്നെ ഞാൻ കോപ്പിക്കമായിട്ട് 5 എണ്ണം വായിക്കും. ഒന്ന് എനക്ക് വെക്കണ്ട, ഞങ്ങൾ എല്ലാം എടുത്ത് നിർത്താണ്ടിലേക്ക്. എനിക്ക് പഠിക്കണം വേണ്ട. എന്ത് ഇവിടെ ഉമ്മത്തൂര് ഒരു മാറ്റടിച്ചത്. ഇപ്പം ഞാൻ എന്താക്കാനാ, ആ സജീവ മാഷും കുറേ കാലം എന്നെ ജസീർ എന്നാണ് വിളിച്ചത്. പിന്നെ ജാസിറായിക്കുള്ളൂ. ജാസിറായിക്കൊന്നുമില്ല, എനിക്ക് തിരിഞ്ഞിക്കില്ലേ. ഇത് തുറക്കണ്ട, ഇതൊന്നുമില്ല. വാ, സമയം ഇല്ലേക്കണം നമുക്ക്. ആളെ കിടന്നോ ഇവരുണ്ടല്ലോ നൊടിയും വെറുതെ അല്ലേ. ഞാൻ ഇന്നലെ ഭയങ്കരല്ലേ, ഇന്നലെ വെച്ചാൽ ഞാൻ പറഞ്ഞിങ്ങനെ വീഡിയോ എല്ലാം ചെയ്ത് രാവിലെ സ്വഭയ്ക്കെല്ലാം കുത്തുന്ന വീഡിയോ നല്ല ചിരിച്ചിട്ട് വീഡിയോ എല്ലാം കണ്ടതാണേ. അതേ ആള് നേരത്തെ പറഞ്ഞു, നീ പുരത്തെല്ലാം എടുത്തിട്ട് പിന്നെ അങ്ങനെ ആക്കല്ലേ ഇങ്ങനെ ആക്കല്ലേ മറ്റേതാക്കല്ലേ. ഒന്നുമില്ല, അതെന്താ വെച്ചാൽ ജനറേഷൻ്റെ പ്രശ്നമാണ്, വേറൊന്നുമില്ല. പറഞ്ഞാൽ മനസ്സിലാവും. ഉപ്പ പണിയേൽപ്പിച്ചിരിക്കുക തന്നെ. പുറത്തേക്കൊരു വാംപ്ലേറ്റ്, അകത്തേക്ക് 2 വാംപ്ലേറ്റ്. അതിൻ്റെ ഇടയിൽ ഞാൻ എന്താക്കുന്നത് ഇതന്നെ, നമുക്ക് മുകളിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഇല്ല, റിംഗ് ലൈറ്റ്. ഇതിൻ്റെ ഇടയിൽ കൂടെ വില്ലേജ് കൊടുക്കും ഞാൻ. അപ്പം ഇൻഷാല്ലാ നമ്മൾ വണ്ടി എടുത്ത് പോകാൻ. ഇപ്പം ബൈക്കുമല്ല പോകുന്നത്, കാറ് പണിയായിട്ട് സൈഡായിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് പോക്ക് നമുക്ക് കാണാൻ കഴിയൂല, അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് എവിടെയാണ്? ആദ്യം നമ്മൾ പോകുന്ന സ്ഥലം എവിടെയാണ്? പാച്ചുവിൻ്റെ വീട്. കമോൺ. നമ്മളിപ്പോൾ എന്താക്കിയിട്ടുണ്ട്, പാച്ചുവിൻ്റെ പുരയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം എല്ലാവരും എത്തി. പിന്നെ പെട്ടിയൊന്നും കെട്ടാനായില്ല, പെട്ടി കെട്ടി തുടങ്ങണം ഇൻഷാ അല്ലാ. ആരെല്ലോ വരുന്നുണ്ട്, ഒരാൾ വരുന്നുണ്ട്. ആരാ നോക്കണം. നമുക്ക് തോന്നുന്നത് ഫാമിയാന്ന് തോന്നുന്നു. ഫാമിതാണ് വരുന്നത്. ഇങ്ങോട്ടാണ് ചോദിപ്പം കയറൊന്നുമില്ല. ഇപ്പം എന്നെ കാണിച്ചോ, ഫുള്ള് ഒച്ചപ്പാടല്ലേ കേൾക്കുന്നത്. ഫുൾ ഒച്ചപ്പാടെന്ന് വെച്ചാൽ ഇതന്നെയാണ് അവസ്ഥ. എല്ലാവരും ഒരുമിച്ചായാൽ ഫുൾ ഒച്ചപ്പാട് തന്നെയാണ്. കുറേ വണ്ടി വരുന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ പോകാൻ പോകുന്ന ആള് ചില്ലറക്കാരനല്ല, അദ്ദേഹം കുറച്ച് വലിയ ആളാണ്. സിനാൻ വരുന്നുണ്ട്. ഫസ്റ്റ് ചെസ്റ്റ് നമ്പർ സിനാൻ കയറി വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. സിനാന് സുഖാണ്. അടുത്തനിപ്പോ ആരാ വരുന്നോളി? ഫാമിദും സീപ്പാറ്റാ വരുന്നത്. അസ്സലാം ഓടി പോകുന്നു. ഇന്ന് കേറാത്തിവര് സേഫോ. അത് ആരാ നിലവില് ഇപ്പം കേറിയിരുന്നത്? എടാ ഹിമാലയൻ അഷ്ഫാഖ്, ദാറ്റ് ഈസ് ഇപ്പൊ സ്പ്ലെൻഡർ എടുത്തല്ലേ. ഇഞ്ച വണ്ടി ബൈക്കായി കണ്ടിക്കല്ലോ എവിടല്ലോ. അസ്സലാമു അലൈക്കും. ദിസ് ഈസ് മൈ ഫ്രണ്ട് CP അഷ്ഫാഖ്. ഹെയർസ്റ്റൈലാണ് എനിക്ക്. അപ്പൊ നോക്കിയാ എനിക്ക് ഗേൾഫ്രണ്ട് തെറ്റെന്ന് പറഞ്ഞിട്ട് എത്ര 2. അടുത്തതായി ഫാമിദ്. അസ്സലാമു അലൈക്കും. ഇവിടെ ഇല്ലാലോ, ഞാൻ എത്തിയല്ലേ പുറത്ത് കന്യാകുമാരി പോയി.
പൈസ 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 വേണ്ടല്ലോ പോവാന്. കന്യാകുമാരി പോകുന്നതിന് പൈസ ബസ് അതെത്തിയാൽ ഇതായി. ഷിപ്പിംഗ് നോക്കണ്ട. ഷിപ്പിംഗ് നമുക്ക് എറണാകുളം വരെ ഒരു വണ്ടി കിട്ടി. എറണാകുളത്ത് നമ്മൾ ബസ്സും പിടിച്ചു പോയി. ഇതെല്ലാം തന്നെ. ഹമീദ് എന്ന് പറയുന്നത് പണ്ടത്തെ വലിയ പ്ലെയറാ. ഇന്നും പ്ലെയറാ. മെസ്സി ഫാനാ. പക്ഷെ അക്കാലത്ത് വിവരമില്ല എനിക്ക്. റൊണാൾഡോന് അത്ര കളിക്കുന്നൊരു കളിക്കാൻ ഞാനും പറഞ്ഞത് ആൾക്കാരെ ഞാനിനെ വശീകരിച്ചിക്കണ എനക്കെന്താണല്ലോ പണി. അതിനെ വശീകരിക്കല്. ലിവേസിന്റെ ഷർട്ടിലിട്ട് അഷ്ഫാക്ക് റിച്ചായി പോടാ. ലേക്ക് പൈസ നിന്റെ പുതിയ വണ്ടി എടുത്ത എക്സ്പീരിയൻസ് എന്താ? വണ്ടി സീരിയസ്ലി വണ്ടി പവർഫുൾ അല്ലാണ്. ഇപ്പോ ഹിമാലയന്റെ സ്ക്രാം എടുക്കുന്ന പോലെ ശ്രദ്ധക്ക് നോക്കി കണ്ടല്ലോ എടുക്കുക. അതെന്റെ ചെക്കനെടുത്ത് കുടുങ്ങിയിട്ട് ഉള്ളതെന്ന് പറയുന്നത്. അതല്ല എൻ്റെ ഫാമിലിന്റെ സ്പ്ലെൻഡർ. മാഷാ അല്ലാഹ്. നരി മൈലേജ് ഒച്ച പൊട്ടിന് പൊട്ട് മൊഞ്ചിന് മൊഞ്ച് വെയിറ്റ്ലെസ് വണ്ടി. ഏത് സ്ഥലത്തും നമുക്ക് അല്ലെങ്കിൽ സ്പ്ലെൻഡർ പറ്റിച്ചേ പറയാം. നല്ല പൊട്ടുള്ള സ്പ്ലെൻഡർ എനക്കും കിട്ടിക്കാനു. സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ ലെഗസിയാ. സ്പ്ലെൻഡറിന്റെ ലെഗസി ഒന്നും ഒരു സ്കൂട്ടർ ഒരു ബൈക്കിനും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതേപോലെ ഒരു വണ്ടി എടുത്തിട്ട് നല്ല പൊട്ടുള്ള സ്പ്ലെൻഡർ എല്ലാം കിട്ടിയിട്ട് അന്നേരം പറഞ്ഞാൽ ഇത് വരുന്ന 5 കൊല്ലം കൊണ്ട് വണ്ടി പൊളിക്കുന്ന വണ്ടി നിർത്തലാക്കും. അങ്ങനെ പിന്നെ മാങ്ങിടത്തിന് തിരിച്ചു കൊടുത്തടാ പൊട്ടത്തരം കാണിച്ചല്ലേ. പക്ഷെ അന്നാ ബൈക്ക് എടുത്തിട്ടുണ്ട് ഇന്ന് കാർ കിട്ടിയില്ലേ. പാഞ്ചായത്തിലൊന്നും സിനാനല്ലേ ഇപ്പൊ ഡിമാൻഡാ. നമ്മള് സാലഡായിട്ട് അടപ്പില്ല. മുന്തിരിന്റെ അടുത്ത് ഇനി അതാണ് മുന്തിരിന്ന് വെച്ചാല് മാഷാ അല്ലാഹ് കൂട്ടത്തില് സർഗാത്മകമായിട്ട് കഴിവുള്ള ഒരാള് ഞാൻ കണ്ടത് മാഷാ അല്ലാഹ് മുന്തിർന. ഇല്ല ഒട്ടുമില്ല. അതായത് കവിതകൾ എഴുതി അത് പബ്ലിഷ് ചെയ്ത്. പക്ഷെ മുന്തിരിന്റെ കവിതകൾ ഏതാണുള്ളതിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കിയതാരാ? അതിപ്പോഴും ഞാൻ അതിലെ ആ ഒരു ടെംപ്ലേറ്റിലാണ് ഇന്നും ചെയ്യുന്നത്. പക്ഷെ മുന്തിരിന്റെ ആ ടെംപ്ലേറ്റ് അല്ല, മുന്തിരിന്റെ എഴുത്തുകളാണ് എന്ത് സ്ട്രൈക്കിംഗ് ആയിട്ട്. ഓരോ എഴുത്തുകളും ചില എഴുത്തുകളൊക്കെ എന്റെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങാറുണ്ട്. അതുപോലെ പ്രേക്ഷകർ എന്താ ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് മുന്തിരി എഴുതുന്നത്. നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് വേറെ ആൾക്കാരുണ്ടാവും. സത്യം അവർക്ക് കണക്ട് ആവും. ആ സാധനങ്ങളാണ് ഇപ്പൊ ഇന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. മുന്തിരി വയനാട് WMO കോളേജ് നമുക്കൊന്ന് നമ്മളെ ഗവൺമെന്റ് കോളേജ് പഠിച്ചല്ലേ ഓട്ടോണോമസ് അങ്ങനത്തെ ഒരു മുന്തിയ കോളേജ് പഠിച്ചാലേ അങ്ങനെയും പറയാം. പിന്നെ മുന്തിയ കോളേജ് പഠിച്ചത് എന്റെ മുന്തിരി മാത്രമേ ഉള്ളൂ. പിന്നെ നാളെ കെട്ടി പോകുന്ന പാച്ചുണ്ട്. പാച്ചിന് ഭയങ്കര പാച്ചു ഇപ്പൊ പോകുന്നത് പെണ്ണ് നീ പെണ്ണിട്ട പോന്നല്ലേ അല്ല പറ. അടുത്ത പേരത്തിന് എല്ലാം സെറ്റാന്നാ പറഞ്ഞത്. അല്ലോ പടകള് വരുന്നുണ്ട്. അപ്പൊ നമ്മള് പറഞ്ഞു തന്നത് മുന്തിരിന്റെ കവിതനെ കുറിച്ച്. മുന്തിരിന്റെ കവിതയാ ഇത്. സേപ്പു ഈസ് കമ്മിങ്. സേപ്പുവിന്റെ വേക്കില് ഹിലാൽ. സേപ്പു കോലം കെട്ടിക്കടാ. സേപ്പു മീശ വെച്ചിട്ട് താടി പഠിച്ചിട്ട് ലുക്ക് മാറ്റിക്ക്. എന്നോട് അല്ല ഞാനും സേപ്പും ശീലം ഒരുമിച്ച് പഠിച്ച സിബാജ് എല്ലടാ. ഇനി മുന്തിരിന്റെ കവിതയെ പറ്റി ഇനി ഇപ്പൊ 4 വരെ എനിക്ക് ഇനി എഴുതിയാൽ ഇഷ്ടപ്പെട്ട നിമിഷ കവിയല്ല എന്റേത് തോന്നുന്നു വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഇപ്പൊ ഒന്നും കൂടി ആലോചിക്കേണ്ടി വരും. വെച്ച് കഴിഞ്ഞാല് ഏതാണെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. ചില ആൾക്കാർ ചില സമയത്ത് ചില സാധനത്തിന് ഭയങ്കര ഇഷ്ടമായി സാധനം മാറും. അതുപോലെ തന്നെ ഇനി എഴുതിയ കവിത ആർക്കെങ്കിലും കൂടുതലായിട്ട് ഫീൽ ചെയ്തുക വിഷമം ഉണ്ടാക്കിക്ക അങ്ങനെ ഒരു മെസ്സേജ് വന്നേക്ക. ഒരുപാട് ആൾക്കാര് റിപ്ലൈ ഇട്ടുണ്ട്. നിങ്ങളുടെ കവിത അടിപൊളി. കവിതയല്ല, ഞാനും എഴുത്ത് എന്നുള്ള രീതിക്കാണ്. കവിതയല്ല നമ്മുടെ സാധനം, വെറും റൈറ്റിങ്സ് മാത്രമാണ്. അത് കോട്ടാവും, അല്ലെങ്കിൽ ഒരു ചെറുകഥ, അല്ലെങ്കിൽ ഒരു ചെറിയ കവിത, ആ രീതിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ അസൂയക്കാരൊന്നും പറയാറില്ല. ഇവനിപ്പോ അയച്ചൊരു സാധനം ഞാൻ കാണിച്ചു തരാം, പക്ഷെ പുറത്തു വരാൻ പറ്റുന്ന സാധനം. അതെ, എന്റെ റിപ്ലൈ വന്നത് എങ്ങനെയാണ്
അതായത് ഇഞ്ഞ മനസ്സിലാക്കിയത് ആരാ? വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പേര് പറയാൻ പറ്റും? അങ്ങനെ അങ്ങനെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഈഗോ അടിക്കും. എന്നാലും കൂടുതൽ മനസ്സിലാക്കിയ സുഹൃത്തുക്കൾ ഇത്തരം കവിത കാര്യങ്ങൾക്ക് പ്രോത്സാഹനം മനസ്സിലാക്കാണ്ടൊന്നും എല്ലാവർക്കും. ചില തമാശക്കാണ്, അസൂയ ചില ഒരു കാര്യത്തിലായിരിക്കും അസൂയുണ്ടാവും. എഴുത്തിനെ പറ്റി നിങ്ങളെന്തോലൊക്കെ പറയുന്ന വഴി ചില ആൾക്കാരായിട്ട് ഞാൻ കാണിച്ചു. മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാ. മുന്തന്റെ കവിത അവിടെ വിഷയം. സർഗാത്മകമായ കഴിവില്ലാത്ത ആൾക്കാർ ഇങ്ങനെയാണ് സംസാരിക്കുക. കലാബോധമില്ല. സൈഫുദ്ദീൻ എനിക്ക് റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. കൈവിളാക്കുവന്ന റിപ്ലൈ അതന്നെ ഇവനെ പോലത്തെ ആൾക്കാര് മാത്രം. അയ്യ റിപ്ലൈ ഇനി പറ. ഞാൻ പറഞ്ഞ പ്ലക്കി പ്ലക്കി എന്ന് പറഞ്ഞ ഇവിടെ ഇങ്ങനെ മനുഷ്യന്മാരെ കഴിവുള്ള മനുഷ്യന്മാരെ തരം താഴ്ത്തുള്ള ഉദ്ദേശത്തോടെ മാത്രം അയക്കുന്ന ഒരു മുഖം ഒന്ന് കാണിച്ചു ഈ വേണം അങ്ങനെ പറയാം. നമ്മളില്ലേ കഴിവുള്ള ആൾക്കാരെ വളർത്തലുണ്ട്. പക്ഷെ കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിവുകൾ കാണിക്കുന്ന ആൾക്കാർ എന്താക്കുന്നത്? അതന്നെ ഞാൻ പിന്നെ മൈക്കിനോട് പറഞ്ഞ. പക്ഷെ അല്ല, മുന്തന് ചില കവിതകൾ സ്ട്രൈക്കിംഗ് ആടാ. ശരി ഞാൻ പറയാം, എനിക്ക് അത് എഫക്റ്റീവാ. ഇനി വിഷമിക്കണ്ട, എനിക്ക് ഞാനുണ്ട്. അങ്ങനല്ല എന്റെ കവിതനെ പ്രോത്സാഹിപ്പിക്കാൻ സന്തോഷം. നമ്മളെ മൊത്തത്തിൽ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ എനിക്ക് എന്താ പറയാനുള്ളത്? വീഡിയോസ് കാണാൻ കഴിവുള്ള ആൾക്കാരെ എന്നെ പരിഗണിച്ചവരെല്ലാരും മുന്തരേ നീട്ടി നിങ്ങള് ഇൻസ്റ്റയിൽ അടിച്ചത് എന്ത് കിട്ടും? മുന്തന്റെ കവിത തീർച്ചയായും. കവിത പേജിന്റെ ലോഗോ ആരാ? അത്ര ഒക്കെ ആ കാര്യങ്ങളൊക്കെ ആദ്യം തുടക്കത്തിൽ ജാസറായിട്ട് അദ്ദേഹത്തിന്റെ തിരക്കൂല അദ്ദേഹം മാറിക്കണം. ഫീൽഡിലേക്ക് ഇറങ്ങി. അതെ, ഡയറക്റ്റ് എഡിറ്റിംഗും ഞാൻ തന്നെ, എഴുത്തും ഞാൻ തന്നെ. പാച്ചുവിന്റെ ഉപ്പാനെ പോലെ ലെഗസിയുള്ള മനുഷ്യൻ മാഷാല്ലാ. അത് അല്ലേ, അങ്ങാടിയില് താഴങ്ങാടി ഒരു ടീമാ അത്. മൂപ്പർ അക്ബർക്ക എപ്പനും ട്രേഡ് മാർക്കാണ് അക്ബർക്ക എന്ന് പറയുന്ന. ഇനി ഭാവിയിൽ അടുത്ത ട്രേഡ് മാർക്ക് ഇവനായിരിക്കും. കലാബോധവും ഇല്ല, ഒരു മഞ്ഞ നമ്മളെ അടുത്ത നമുക്ക് ഇലാല് പറഞ്ഞ വെച്ചാൽ ഇലാലിനെ KRS കളിക്കണം എന്ന് പറഞ്ഞു. KRS കളിക്കണം എനിക്ക്. KRS നമ്മളെ ഫേവറേറ്റ് ടീമാണ്. KRS കോഴിക്കോട് KRS എന്ന് പറയുന്നത് അഖിലേന്ത്യാ സെവൻസിൽ കോഴിക്കോട് KRS എന്ന് പറയുന്നത് എന്താണ്? ഞാൻ കാണുന്ന കാലത്ത് മുതൽ ഏറ്റവും ടോപ്പ് ടീം, അടിപൊളി ടീം. ഇപ്പം ജാസിറിന്റെ അണ്ടറിലാന്ന് തോന്നുന്നു. ജാസിറിന്റെ കാര്യമായ കമ്പനിക്കാരിലുണ്ടായില് നമ്മള് ഇന്ന് സ്റ്റോറി കണ്ട് ജാസിറിന്റെ. നമ്മളെ അൻസിൽ സൈൻ ചെയ്തൊക്കെ ഇപ്പൊ സിനാന് ഇത് രണ്ടാളും വന്ന് ഇപ്പൊ ഞങ്ങളെ ക്ലബില് ആദ്യത്തെ സൈപ്പിനെ അടിക്കാൻ പോപ്പിൻസിന് അടി ഇവ രണ്ടാളന്ന് ഗോൾ കീപ്പേഴ്സ്. സിനാന് അഗ്രസീവ് ഗോൾ കീപ്പർ, ഇവന് ഫണ്ണിയസ്റ്റ് ഗോൾ കീപ്പർ. കോമഡി കാണിച്ചിട്ട് അടിച്ച് അല്ലേ. ഇത് സീരിയസ് ആയിരുന്ന, അതായത് നാദാപുരത്താണെങ്കിലും കോഴിക്കോട്ടങ്ങാടിയിലാണെങ്കിലും ഇന്ന് ഇത്ര ചെറുപ്പത്തില് കീപ്പർ എന്നിട്ട് പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇലാൽ തന്നെ ഉള്ളു. ചെക്കനൊന്ന് കാണിച്ചേക്ക്. അത്ര ഇദ്ദേഹം മറ്റന്നാളെ UK പോകുന്ന ആളാ. ഇദ്ദേഹം മറ്റന്നാളെ UK പോവുകയാണ്. ഇദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞു. കൂടുതൽ ഫസ്റ്റ് മംഗളം കഴിച്ച പ്യാപ്പിളാണ്. ഇവിടെ എത്ര പോപ്പിൻസിൽ എണ്ണീട്ട് എല്ലാരും കൊടുത്താ പോരെ? ഇനി വേറെ കശ്മീര് പോയ ഫോട്ടോ മേല് ഓത്തിട്ടിട്ട് മറ്റേ പാട്ടിടുന്നതിന് അവരെ ഓത്തിട്ടിട്ട് എന്താ ഇഞ്ച പ്രശ്നം എന്താ? ഇനി മേലെ പാട്ട് കേൾക്കാറ് ഇങ്ങനെയാണെങ്കിൽ എന്താ സേപ്പ് എന്ന് വെച്ചാൽ എല്ലാവരും വേദനാക്കുന്ന ഒരു വൃത്തികെട്ട ക്യാരക്ടറാണ്. എല്ലാവരുടെ കൂട്ടത്തിലും ഉണ്ടാവും. എന്ന് വെച്ചാല് ബാക്കിയുള്ള മേലെ വേന എനിക്ക് കുറച്ച് ശരീരം ഉണ്ടാവും. ഒന്നും വെച്ചിട്ട് ബാക്കിയുള്ള മേലെ വേനാക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന അല്ല. എല്ലാവരുടെ കൂട്ടത്തിലും ഉണ്ട് അങ്ങനെ അടുത്ത കുറച്ച് ശരീരം ഉണ്ടാവും എനിക്ക്. എല്ലാവരുടെ മേലും അങ്ങ് വേനാക്കുവാന്. ഇതില് സേപ്പു ഒന്ന് കാണിച്ചത് തന്നെ മൊത്തി അങ്ങനെ കാണിക്കാതെ ഓനോന് കച്ചവടക്കാരനാ, വലിയ കച്ചവടക്കാരനാ. റബ്ബേ. അപ്പോ പശുവിനെ എളാപ്പുണ്ട് വരുന്നത്. ഇനി നമ്മൾ പെട്ടി കെട്ടുന്ന വീഡിയോ നമുക്ക് കാണാം. ഇവിടെ ഇനി പലതും സംഭവിക്കും.
അപ്പോൾ ബാക്കി നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഓക്കെ അല്ലേ? ഇനി ഇങ്ങനെയൊന്നും നടക്കേണ്ട ആളല്ല. ഇഞ്ച കളിയെല്ലാം വെച്ച് നോക്കുന്നാണെങ്കിൽ ഇന്നലെ ഏറ്റവും ചുരുങ്ങിയത് ഫിഫ മഞ്ചേരിയിലെങ്കിലും കളിക്കണം. ഞാൻ റംസി ഇസ്തരിപ്പട്ടി വെച്ചിക്ക് മോച്ചുമേല് ഇസ്തരിടാ. രാത്രി എനിക്ക് രാത്രി ഡ്യൂട്ടിയിലല്ലോ. കിട്ടിക്ക് മുന്തര എംസിനെല്ലാം നോക്കില്ലേ. എംസിയെല്ലാം ആളായി കോഴിക്കോട് പഠിക്കാൻ പോയപ്പോഴത്തേക്കും ആളായി പോയോനി. അല്ലല്ല യൂട്യൂബിലേക്കാ അനാൻ ചാനലും പോലത്തെ ചെങ്ങൈമാരെ കിട്ടിയാൽ മതി. ഒരു അക്ബർക്ക നമ്മളെ പാച്ചുവിന്റെ ഉപ്പ ലഗസിയ അല്ല ആളും കൊടുത്ത് നേരത്തെ അറിയാൻ എടുത്തിക്കാന് അല്ലാണ്ടോ. ലഗസി തായങ്ങാടി ലഗസി കുറച്ച് ഇവിടെ നല്ല വെളിച്ചല്ല. ഇതെല്ലാം കത്തിയില്ല. ലൈറ്റിൽ കത്താണെന്നാ പിന്നെ പാച്ചു ലൈറ്റൊന്നും കത്തിയില്ല. ഉദ്ദേശം അത് അടിപൊളിയായിരിക്കും എന്തായാലും. ഓനാ മാസായില്ലേ ഇനി വേറും ഇപ്പോഴും അന്നു ഇനി വ്ലോഗിലാക്കിക്കോ. ഇപ്പം സീനാവട്ടോ. എനക്ക് കഴിവില്ല, ഓനക്ക് കഴിവുണ്ട്. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഒരേ സമയത്ത് വാട്സപ്പ് ഒന്ന് കോള് വരും, ഇൻസ്റ്റാഗ്രാം ഒന്ന് കോള് വരും, സ്നാപ്പ് ഒന്ന് കോള് വരും, നോർമൽ കോള്. റംസിക്ക് ഇതെല്ലാം റംസി ഒറ്റ ഫോണിന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നേ. മാഷാഅല്ലാഹ് കഴിവുണ്ട്. പഠിച്ച ഇത്ര ലുക്കും പിന്നെ ഇത്ര കഴിവും തന്നതിന് ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. എന്റെ ഒരു കഴിവ് എനിക്ക് കിട്ടി. തത്വം പറയുന്നുണ്ട്. പാച്ചു ശരിക്കും ഗൾഫിൽ പോകുന്ന ടെൻഷൻ അടിച്ചു. നാളെ ഉച്ചക്ക് 2 മണിക്ക് അല്ല ഇപ്പൊ ചോറുണ്ട്. ഈ ഗൾഫിൽ പോക്കിന്റെ ചോറ് പറഞ്ഞല്ല അത് നിർബന്ധം അല്ല. ഗൾഫിൽ പോക്കിന്റെ ചോറ് നിർബന്ധം അല്ലാണ്ടോ. മംഗളത്തിന്റെ ചോറ്, കഞ്ഞിന്റെ ചോറ്, ഗൾഫിൽ പോക്കിന്റെ ചോറ്, ഇത് ഒരു ആണിന്റെ അടുത്ത് നിന്ന് മസ്റ്റ് ആയിട്ട് നമ്മൾ അടിക്കേണ്ട ചോറ് ഇതല്ലോ ഗൾഫിൽ പോക്കിന്. അതെ, ഓൻ പോയാൽ ചിലപ്പോ നമുക്ക് വേണ്ടി ചിലപ്പോ മുട്ടായിട്ടേ കിട്ടൂ. അപ്പൊ ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ സംഭവം ബിരിയാണി 100 രൂപന്റെ കേസാ. പക്ഷെ അതല്ല, ഒരേലൊന്ന് തിന്നു. അതെ, പോകുന്നവന്റെ കസിനാണത്. കോഴിക്കോട്ട് അങ്ങാടിയില് അസ്ലു എന്ന് പറഞ്ഞാൽ മതി. മാഷാഅല്ലാഹ്. ഈ സൊസൈറ്റി കാണുന്നത് വന്നിട്ട് സിനാൻ എന്ന് പറഞ്ഞാൽ മതി. ഒറ്റ പേര് വാങ്ങി. ഇനി ഇല്ല, ഇവന് ഇടക്ക് നാദാരത്ത് പോകുന്നുണ്ട്. എല്ലാരും നല്ല വിഷമത്തിലാണ്. വെച്ചാല് പോകുന്നത് പാച്ചുവാണ്. പാച്ചുവിന്റെ പോക്കിൽ നല്ല വിഷമമുണ്ട്. ഇന്റെ കോഴ്സ് കഴിഞ്ഞാ റംസി? 2 മാസം കൂടെ. എന്താ ഇന്റെ പ്ലാന്? അബ്രോഡിലേക്ക് കയറണം. സ്റ്റഡി അബ്രോഡ്. സ്റ്റഡി അബ്രോഡാ. സ്റ്റഡി അബ്രോഡ് അല്ല. അബ്രോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ആരും പഠിച്ചാലും ലാസ്റ്റ് ഫുട്വെയർ, റെഡിമെയ്ഡ് ഷോപ്പ്. അതന്നെ, പണിയുമില്ല. പണിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും. 5 പൈസയുള്ള അത് ശരിക്കും വെച്ചാല് കൂടുതൽ അല്ല. ചില കൂടുതൽ ഒന്ന് 5-6 പൈസക്കാര് വേണം. ഇത് ഒറ്റ പൈസക്കാരനായി ഇത് ഈ ഒരു ഒറ്റ പൈസക്കാരനായിട്ട് ഒതുങ്ങി പോയാണ് ഇത്ര ക്ഷാമം. ഒറ്റ ഷെയ്ക്ക്, അൽ ഷെയ്ക്ക്, പാരിസ് ഷെയ്ക്ക്. ഇല്ലില്ല, ഇനി പെണ്ണിട്ടതാ. എന്താ ഇനി പോകുന്നതിന്റെ ഉദ്ദേശം? ഇനി ഫുള്ള് വിട്ടകളി. കെട്ടലുണ്ടാവും ഇപ്പടുത്ത്. പാച്ചുവിന് വിഷമ. സത്യം പാച്ചിനുള്ളിൽ നല്ല വിഷമല്ല ഉണ്ട്. ഇല്ല, ഇതൊന്നും കത്തിയില്ല. ഇതെല്ലാം വാമ്. നമ്മളെ പ്രശ്നം ഇന്നലെ എന്നാ മൈത്താന്ന് പറഞ്ഞോക്കെ. ഇന്നലെ സ്മൂത്ത് കൊണ്ടേക്ക്. അതെ, വീടെടുക്കാൻ പോകുന്നില്ലല്ലോ ഇവൻ. ഇങ്ങനെ ഡെയിലി വീടെടുക്കാൻ കൂട്ടിയാല് കുട്ടിപ്പോവും. പക്ഷെ പ്രശ്നമില്ല. ഗൂഗിൾ പേ, ഫോൺ പേ, ടാറ്റ പേ, അംബാനി പേ. അതെ, സൂപ്പർ മണി തന്നെ ഇപ്പം ഫുള്ള് കേട്ടാ.
സൂപ്പർ മണിയിൽ ക്യാഷ് ബാക്ക് കിട്ടുക ഗൂഗിൾ പേ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിക്കും. ഞാൻ ഉപയോഗിക്കുന്നു ഗൂഗിൾ പേ ട്രൈ ചെയ്ത ട്രാൻസാക്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്ഡേറ്റ് വേറെ എന്തെങ്കിലും സാധനം ഉണ്ട് അതിന്റെ. ഞാൻ സൂപ്പർ മണീന്റെ അടുത്ത് എനിക്ക് ഇപ്പൊ അത്യാവശ്യം നല്ല പൈസ എല്ലാം കിട്ടിക്ക്. സൂപ്പർ മണിയിൽ എടുത്തിട്ട് അത്ര ആയിക്കൊന്നുമില്ല. ഈ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ 100 രൂപ ഏറ്റവും അടുത്ത് കിട്ടിക്ക്. ഇപ്പൊ ഒരു 10 രൂപ കൂടി കിട്ടി. ഇപ്പൊ ഒരു 10 രൂപ ഞാൻ കിട്ടി. അക്കൗണ്ടിൽ പൈസ വരും. സാധനം വന്ന് ഇത്ര ഉള്ളൂ. മെസ്സേജ് വന്ന് ഡെബിറ്റ് ആയിക്കുന്ന പറഞ്ഞ മെസ്സേജ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. ഏറ്റവും നമുക്ക് പേയ്മെന്റ് നടത്താൻ സുഖം ഇന്നലത്തെ അരമണിക്കൂർ കട്ട് കേട്ടോ. ഒരു 20-30 മിനിറ്റ് 40 മിനിറ്റ് തായ മാക്സിമം. കഷ്ടപ്പാടുന്ന രോഗം അല്ലാണ്ടോ നമ്മക്ക് എഡിറ്റ് ചെയ്ത് തരാനൊന്നും ഇല്ലല്ലോ. വീഡിയോ എടുത്തേ ഇവനെ കിട്ടിയത് അൽഹംദുലില്ലാഹ് പറയണോ. വലിയ കിട്ടലല്ലേ. എനിക്ക് ഈ അക്കുവിന്റെ വീട് ഡെയിലി മിൽക്ക് ഇന്ന് അക്കുവിന്റെ വീട് ഡെയിലി മിൽക്ക് ആടെ പറ്റുള്ളൂ. പേഴ്സ് എടുത്തിക്കില്ല. പൈസ സിനാന് വിഷമ നമ്മളറിയുന്നില്ല. നമ്മളെച്ചാല് ഇവര് ഏത് എന്തിനു മൈൻഡാക്കുന്നേ ഇവിടെ ഇവര് ഇങ്ങനെ പലതും പറയും. നമ്മളങ്ങനെ മൈൻഡാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റക്കാര് ഇവരെ ലൈന് മാത്രം ഉണ്ടോ ഇല്ല. അത്ര ഉള്ളൂ. ആരാ മുന്തിയത്? ഞമ്മക്ക് ഞമ്മളെ മുന്തിയത്. അതങ്ങനെ ഞമ്മക്ക് നമ്മള് മുന്തിയതായാലും ബാക്കിയുള്ളവർക്ക് നമ്മള് മുന്തിയതായിട്ട് തോന്നാനുള്ള ലെവലിലേക്ക് നമ്മൾ എത്തുള്ളൂ. അതിന് നമ്മള് പരിശ്രമിക്കണം. മൈക്ക് എനിക്ക് പിടിക്കണം. എനിക്ക് പിടിക്കാൻ പറ്റില്ല. എങ്ങനെ പിടിച്ചത് എയറിലേക്കില്ല. അടെ ഇന്നല്ലേ നാളെ 1 മില്യൺ അടിക്കുന്ന കൂടിയല്ല എന്റെ പേജിൽ വരൂ. ഒരു ഗൾഫിൽ പോകാനുള്ള ആൾക്കാര് അല്ല അദ്ദേഹത്തെ അടിക്കണ്ട. അദ്ദേഹത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പറഞ്ഞു അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യണം. അക്ബർ ഇപ്പം ബോർഡിംഗ് ബസ് എടുത്ത് നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് എന്ന് വെച്ചോ. ഫ്ലൈറ്റ് വന്നാൽ എവിടെ പൈസ ബാക്കി ഒരു ഫ്ലൈറ്റ് തരല. നിങ്ങൾ അടുത്ത ഫ്ലൈറ്റിന് വെച്ചിരുന്നു. അക്കോമഡേഷൻ കോഴിക്കോട് അവിടെ പൈസ അത് ഏറ്റവും മുന്തിയ ഫ്ലൈറ്റാ. ഏറ്റവും മുന്തിയ സർവീസ് അല്ലോ. അതെന്താ കാരണം മൊത്തമുള്ള ഫ്ലൈറ്റ് എല്ലാരും കൂടിയുള്ള ഫ്ലൈറ്റ് ഗൾഫ് GCC അതാ ഫ്ലൈറ്റ്. അല്ലാണ്ട് സൗദിൻ്റെതോ ഒമാൻ്റെതോ ദുബൈൻ്റെ അല്ല. എല്ലാവരും മൊത്തം GCC ഫ്ലൈറ്റ്. ഏറ്റവും നല്ല ഫ്ലൈറ്റ്. പണ്ഡിതൻ നിങ്ങളെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്താ? ജീവിതത്തിൽ ഇതുവരെ നമ്മളെ പോലത്തെ കുട്ടിക്ക് ഒരാൾ ഉപദേശം ഏറ്റവും നല്ല ഉപദേശം നിങ്ങൾക്ക് പറയാന്ന് വെച്ചാൽ നിങ്ങളിൽ ഒരുപാട് ഇനി വളരാനുണ്ട്. വളർന്ന് വരണമെങ്കിൽ തന്നെ ഒരുപാട് എന്താ പറയുക സംഗതികൾ കടന്നു പോകണം. അത് കടന്നു പോയാൽ മാത്രമേ നിങ്ങൾ വിജയിക്കൂ. അതിൽ സ്റ്റോപ്പ് ഉണ്ടാവും, പിന്നെയും ഉണ്ടാവും, ഇറങ്ങണം, പിന്നെയും ഓടണം. പോരെ അങ്ങനല്ലേ? അതെ അതെ തന്നെ ഉദ്ദേശിച്ചത്. ഇവന്റെ കവിത ആണല്ലേ നിങ്ങൾ മുന്തിറിന്റെ വടകരയിലെ ചെറിയ കോടീശ്വരന്റെ മകൻ ആണ് സൈഫു. സൈഫു ഒരു കോടീശ്വരനാണ്. സ്വന്തമായിട്ട് കച്ചവടമെല്ലാം ഉണ്ട് സൈഫുവിന്. സ്വന്തമായിട്ട് ഹോമൻസ് ബ്രാൻഡ് സൈഫുവിൻ്റെ ആണ്. എല്ലാവർക്കും ഒരു സംശയമുണ്ട്. നമ്മള് സ്റ്റോറി ഇടുമ്പോഴല്ലോ ഓമൻസിന്റെ മുതലാളി എന്നൊക്കെ കാണുന്ന പച്ച ടീഷർട്ട് നിന്ന് വർത്താനം പറഞ്ഞ് നോക്കൊന്നും വേണ്ട. ഇതിനാണ് അവൻ സൈബുവിന് 650 രൂപ കൊടുക്കാണ്ട് ഞാൻ വെട്ടലുണ്ടാവും. ഇവനെ കുറെ കണ്ടിട്ടുണ്ടാവും. ഇവനെച്ചാല് ഫേമസ് ഫുഡ് ബ്ലോഗർ അനീസ് ഫുഡിന്റെ കൂടെ എല്ലാം കുറെ ഉണ്ട്. ഇവനെ കണ്ടിട്ടുണ്ടാവും ഒരുപാട്. ഇവൻ ഫേമസ് ആണ്. എല്ലാരും പറയുന്നുണ്ട് എന്നെ പോലെ ഉണ്ട്. പണ്ടത്തെ കുറെ ടിക്ടോക്ക് വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. അതും ഞാനല്ല.
അഴകോലും പെൺമൈനെ അതാ പറഞ്ഞേ ഒന്നിലും ഞാനില്ല. ഇന്റെ പുതിയ ബൈക്ക് എന്റെ പുതിയ ബൈക്കില്ല, പഴയ ബൈക്ക്. അത് തളിപ്പറമ്പ് ഷോറൂമിൽ വെച്ചിങ്ങനെ. ആരാ 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 ഇവനാ ഇദ്ദേഹം എടാ ഇനി കറുപ്പിടല്ല നിഷാദേ വേഗോട്ടേക്ക് വേറെ വെളിച്ചത്ത് കാണിക്കണോനാ. അസ്സലാമലൈക്കും. ഇവനോട് പണ്ടേ വർത്താനം പറയൽ, ഇവനോട് ആദ്യം പറയലുണ്ട് ഇനി കറുപ്പിടല്ല. ഞാനേത് ഇഷ്ടായി. നീ ഇഞ്ചിന് പറയില്ലേ കറുപ്പിടുന്നത്? അടിച്ചിക്ക് ഇവനല്ല, ഉരുണ്ട് കൊഴുത്തിക്ക് ഇവനല്ലോ. നിഷാദ് ഫേമസ് പേഴ്സണാ. നിഷാദ് എന്നെല്ലാം പറഞ്ഞാല് വടകരയിൽ ഇങ്ങനത്തെ ഒറ്റ പീസാണല്ലോ. എല്ലാരും പരിചയപ്പെടുന്ന ഒരു വീഡിയോ നമുക്ക് ഇൻഷാല്ലാ ചെയ്യണം. നിങ്ങള് ഓരോരുത്തർ എന്താന്നുള്ള കാര്യം തിരിഞ്ഞിട്ടുണ്ടാവുക. മെല്ലെ മെല്ലെ സിനാബിന്റെ ഇങ്ങനെ തന്നെ സൈലന്റാ. ഒരു പണ്ട് ഭയങ്കര വയലന്റ് ആയിരുന്നു, ഒരുത്തി തേച്ചേരിക്കര ഡിപ്രഷൻ ആയിപ്പോയി. ഇത് ഇവനെ മലപ്പുറത്ത് ഒരുത്തി തേച്ചത് ഇവനാ. മലപ്പുറത്ത് ഒരു തേപ്പ് കിട്ടി നോക്കുമ്പോ മലപ്പുറത്ത് ചെറിയോള് തേച്ച് വരോ ഇലാല് ഡൗൺ ആയി. അദ്ദേഹത്തെ കാണിച്ചതാ. ഇനി നിശാനി തിരക്കാ. ചോറ് കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മള് ചോറ് നമ്മൾ വായിക്കില്ലേ, നിശാന്റെ ഒരു ബൈറ്റ് പോകണം. നിശാന്റെ അടുത്ത് ചോദിക്കണം കുറച്ച് കാര്യങ്ങള്. എല്ലാവരുടെ വർത്താനം പെരങ്ങിട്ടുണ്ടാവില്ലേ നിശാദടാ? ഇത്ര ടൈം പോണോ? ഇനി എപ്പ എത്തിയ കുട്ടിയുടെ ഇന്ന് ലീവ് കുറഞ്ഞില്ലല്ലോ. എന്നിട്ട് അങ്ങനെയല്ല, എങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ കണ്ട് അണ്ണാക്കിലടിക്കുന്നുണ്ട്. ഇവൻ ഫുള്ള് എന്നെ അടുത്ത് എയറിലാക്കുന്ന സാധനമല്ലേ. അടുത്ത ഇൻഷാല്ലാ അടുത്ത ഞാൻ ഇവനുള്ള വീഡിയോ ഇനി രസമില്ല അല്ലേ, എൻഗേജിങ് ആണ്. താങ്ക് യു. അപ്പോ ഇങ്ങനെയുള്ള ഫ്രണ്ട്സാണ് നമുക്ക് പ്രചോദനം. ഞാൻ കുറച്ചായിട്ട് ഒളിച്ചോട്ട് ചെയ്തു. ഇപ്പൊ ലൈവ് ആയിട്ട് വന്നു. അല്ല അസുലം അറിയോ, പണ്ടാണ് നമുക്ക് ചെയ്യാനു, ഇപ്പം പറ്റിയില്ല. ഇപ്പം പെണ്ണല്ല മറ്റേ കാതൽ മമ്മൂട്ടിയാവും. ഇടിയാണ്ട് ലുക്ക് എന്നെല്ലാം പറഞ്ഞാല് മാഷാ അല്ലാഹ്. എനക്ക് അസൂയുള്ള ലുക്ക് നിഷാന്റെതാ. അതായത് ഒറ്റക്ക് കേദാർ കണ്ട് ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചു പോയി. പിന്നെ മഹാരാഷ്ട്രയില് മാത്തരാണ് കിടിലം പോലെ വെച്ച് ഒറ്റക്ക് അങ്ങനെ വിടുന്നില്ല. കൂട്ടത്തില് ടീമുണ്ട് അല്ലെ. എന്തെന്നെ തിരക്കാണെങ്കിലും എന്തെന്നെ അസ്ലോ സംഭവം അറിയോ, ഈ സംഭവം പറഞ്ഞ് എന്തെന്നെ ഉണ്ടെങ്കിലും എന്തെന്നെ സംഭവം ഉണ്ടെങ്കിലും ആരെന്നെ എന്തെന്നെ സ്റ്റോപ്പ് ചെയ്ത് ചിലപ്പോ നമ്മുടെ ലൈഫിൽ ഭയങ്കര സംഭവം നടക്കുന്നത്. പക്ഷെ നിഷാനെ സംബന്ധിച്ച് നിഷാൻ ഇപ്പോൾ ഒരു സംഭവം എയിം ഉണ്ട്, ഒരു ഡ്രീം ഉണ്ടെങ്കിൽ ഓൻ എങ്ങനെയല്ലേ ചെയ്യും. അതാണ് നിഷാന്റെ പ്രത്യേകത. മാഷാ അല്ലാഹ്. അങ്ങനത്തെ ആൾക്കാർ നിങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണോ മെൻഷൻ ചെയ്യണം. സ്റ്റോറി കണ്ടല്ലേ അല്ല, ഞാൻ ചോദിക്കാൻ വെച്ചു ഏതായി കൊറേ കട്ടയാണ് പ്രശ്നം മാത്രം കട്ട് ചെയ്താൽ എന്തിന് അടുപ്പിക്കുന്ന നട്ടാണോ? അടുപ്പിക്കുന്ന നട്ടിരിക്കില്ല, എനക്ക് പെണ്ണിട്ടില്ല. അല്ല മാത്തരാൻ എങ്ങനെ ഉണ്ട്? പീസാൻ പറ്റിയ പീസാവാൻ പറ്റിയ അടപ്പ എങ്ങനെ പീസാവും? തീർച്ചയായും അങ്ങനെ സമാധാനം രണ്ടായിട്ട് ഇങ്ങനെ പോയി നമ്മൾ രണ്ടായിട്ട് കാണിച്ചെന്നാ പീസാവും. 2 പീസ് ഇങ്ങനെ പോകുന്ന കാണിച്ചെന്നാ. ഷക്കീർ ഖാൻ്റെ അടുത്ത് ഒരു വ്ലോഗാണ് രസം. ഗുലാം ഷക്കീർ ഖാൻ
അങ്ങ് ഹനാൻസാക്കി സലീം കൊള്ള പോലെ അമ്മക്കാരുണ്ട് ഞങ്ങൾക്ക് ചെക്കിയൊക്കെ ഉണ്ട് എല്ലാ ബാക്കിയുള്ള ഏകദേശം ആയതാ കുസ് ഇവന്റെ പാച്ചുവിന്റെ വീട് എടുക്കുന്ന പാച്ചുവിന് ഇപ്പാലെടുത്ത് അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുന്ന എനിക്ക് കഴിച്ചെങ്കിൽ അക്ബർക്ക് അടിക്കും. പാച്ചുവിന്റെ പോക്കിന്റെ ബിരിയാണി വന്ന് ഇല്ലേ പോകുന്നതിന്റെ വകയില് ബിരിയാണി അടിക്കാൻ വേണ്ടിട്ട് ബിരിയാണി തിന്നാൻ വേണ്ടിട്ട് വളരെ ദൂരം യാത്ര ചെയ്ത് വന്ന അശ്വാഖ് ഇനി ഷുവർക്കട്ടല്ല എനിക്ക് എന്താ എന്നെ പറഞ്ഞു നിർത്താ പോരെ തിന്നിക്കില്ല എഞ്ചിനീയർ അതുൽ ഇത് അതുൽ കേട്ടാ അതുല് പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ്. ടെക്കി കൂടുതൽ ടെക്കി രണ്ടാമത്തെ ടെക്കി UKSF വിനായക് തോന്നുന്നു അലന് വിനായകനോ എടാ നിങ്ങൾ കഴിക്ക് ഇല്ല കഴിക്കട്ടാ തൈരും കൂട്ടി കഴിക്കും. എനിക്ക് ഇങ്ങനെ മറ്റേ ആയിരിക്കും ഞാൻ എനിക്ക് ചോറ് കൊടുക്കട്ടെ. എത്ര അങ്ങനെ 7 types ഹൈജീൻസ് കൈ കഴുകണ്ടേ. ഫസ്റ്റ് സോപ്പ് ഇങ്ങനെ എടുക്കാം, കൈ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇവിടെ ഇതിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ആക്കുക. ഇവിടെ നമ്മുടെ അണുക്കൾ വന്ന് നിൽക്കുന്ന സ്ഥലം ഈ പാർട്ടെല്ലാം ഇങ്ങനെ ഇട്ടാ. പിന്നെ ബാക്ക് ഇതിൻ്റെ ഇത് കണ്ടില്ല. പിന്നെ നമ്മുടെ ആക്കി ലീവറിൽ ഇവിടെ ഒഴിഞ്ഞു വന്ന സ്ഥലം ഇതിങ്ങനെ പിന്നെ ഇങ്ങനെ ആക്കുക. ഇവിടെ കുറെ ഇവിടെ ഇങ്ങനെ ഓരോരുത്തരും അപ്പം നമ്മൾ തിരിച്ച് പുരയിലൊക്കെ എത്തിയിരിക്കുകയാണ്. കാരണം 11 മണിക്ക് തിരിച്ച് പുരയിൽ കയറിയിട്ടില്ലെങ്കിൽ വാതിൽ ലോക്ക് ചെയ്യുമെന്ന നിയമം പാസ്സാക്കിയത് പ്രകാരം ഞാൻ ജയനും അവിടുന്ന് ഫുഡും കഴിച്ച് നേരെ ഇങ്ങ് പോന്ന്. അപ്പോൾ ഇന്നത്തെ ബാക്കി നമ്മൾ കുറേ സ്ഥലത്ത് പോകാമെന്നെല്ലാം വിചാരിച്ചിരിക്കുന്നു. ഒന്നും നടന്നിക്കില്ല, എവിടെയും പോക്ക് നടന്നിക്കില്ല. അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ പോയിട്ട് നമുക്ക് അവിടെ പോകേണ്ടതുണ്ട്. ജിമ്മിലും പിന്നെ അതുപോലെ തന്നെ വേറെ 1-2 പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതുവരെ ഇത് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. ശരി, ബൈ.